തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണ പുതുക്കി കൊച്ചിയിലെ ജൂത സമൂഹം ഹനൂക്ക ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് കൂടിയേറിയ ജൂത സമൂഹത്തിൽ 18 പേർ മാത്രമാണ് ഇന്നിവിടെ അവശേഷിക്കുന്നത്. യഹൂദന്മാർ സിറിയൻ ഗ്രീക്ക് സൈന്യത്തിനെതിരായ യുദ്ധത്തിൽ വിജയിക്കുകയും 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിലെ അവരുടെ യഹൂദ വിശുദ്ധ ദേവാലയം വീണ്ടെടുക്കുകയും ചെയ്തപ്പോൾ ഒരു ദിവസം കത്തിക്കുവാൻ ആവശ്യമായ പരിശുദ്ധ എണ്ണ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. എന്നിട്ടും തുടർച്ചയായ 9 ദിവസം അവർ അത് കത്തിച്ചു. ഈ അത്ഭുതം ആഘോഷിക്കുന്നതിനായാണ് ജൂതന്മാർ മെനോറയിൽ വലതുനിന്നും ഇടത്തോട്ട് 9 തിരികൾ തെളിയിക്കുന്ന പാരമ്പര്യം ഇന്നും തുടരുന്നത്. ഹനുക്ക എന്ന് പറഞ്ഞാൽ ഇത് ബിബ്ലിക്കൽ ഫെസ്റ്റിവൽ അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പുസ്തകങ്ങളൊന്നും ഇല്ല. അതിന് ഒരു ബറാഹ മാത്രമേ ഉള്ളൂ. മെയിനായിട്ടുള്ള ഒരു പ്രാർത്ഥന 8 വിളക്ക് കത്തിക്കണം. അത് ഫീസ്റ്റ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് പറയും, ഫീസ്റ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയും. പിന്നെ എഗെയിൻ ദ ഡാർക്ക്നെസ് എന്നുള്ളതാണ്. അതായത് ഗ്രീക്കുകാർ ജെറുസലേം ടെമ്പിൾ കൈയടക്കി കഴിഞ്ഞ ശേഷം അവിടെയുള്ള ഹോളി ഓയിൽ അത് അൺഹോളിയാക്കി മക്കാബിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ 200 കൂട്ടാളികൾ കൂടി 25,000 വരുന്ന ഗ്രീക്ക് പട്ടാളത്തെ വധിക്കുകയും ദേവാലയം കൈയടക്കുകയും വീണ്ടും കൈയെടുത്ത് അത് അൺഹോളി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം മാറ്റി ഹോളി ആയിട്ടുള്ള ഓയിൽ, കത്തിക്കാനുള്ള ഓയിൽ ആകെ ചെറിയൊരു ഇതിൽ ജാറിലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസത്തേക്കുള്ള ഓയിലേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് കിട്ടിയത്. അപ്പോൾ പുതിയ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കണം. ബാക്കിയെല്ലാം അൺഹോളിയായി. ലെബനോനിൽ സോളമൻ രാജാവ് നട്ടു വളർത്തിയ ഒലിവ് ഇന്ന് സഫോനിൽ പോയിട്ട് അത് ആട്ടി എണ്ണായിട്ട് 8 ദിവസം പിടിക്കും. അപ്പോൾ ആ 8 ദിവസം എങ്ങനെ ഈ കുറച്ച് ഒരു കുടം വെള്ളം ഒരു ദിവസത്തേക്കുള്ള എണ്ണ 8 ദിവസം കത്തിയെന്നാണ് ഐതിഹ്യം. കൊച്ചി കൂടാതെ മുംബൈ, പൂനെ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിൽ ജൂത സമൂഹം ഇപ്പോഴും ഉള്ളത്. കൊച്ചി, മട്ടാഞ്ചേരി കൂടാതെ കടവ് ഭാഗം സിനഗോഗും എല്ലാ വർഷവും ഡിസംബറിൽ നടക്കുന്ന ഹനൂക്ക് ഉത്സവത്തിൽ ദീപം തെളിയിച്ച് ആഘോഷം നടത്തും. ആളും പ്രാർത്ഥനയും ഉണ്ടായിരുന്ന കടവ് ഭാഗം സിനഗോഗിൽ ഇന്ന് അവശേഷിക്കുന്നത് ഏലിയാസ് ജോസഫ് സായി മാത്രമാണ്. മക്കളടക്കം എല്ലാവരും ഇസ്രായേലിലേക്ക് കുടിയേറിയിട്ടും തിരികെ അവിടേക്ക് പോകണമെന്നറിയാമായിരുന്നിട്ടും ചടങ്ങുകളും ആഘോഷങ്ങളും ഏലിയാസ് ജോസഫായി എന്ന കൊച്ചിക്കാരുടെ ബാബു തുടരുകയാണ്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.